അപ്പോൾ മറ്റൊരു വീഡിയോക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചർച്ച വിഷയം കേട്ട്, അതായത് സാധാരണ കല്യാണം കഴിച്ച് വരുമ്പോൾ പെൺകുട്ടികളൊക്കെ ആണിൻ്റെ വീട്ടിലേക്കാണ് വരല്. അപ്പം ഇനി പുതിയ നിയമം കൊണ്ടുവരണമെന്ന് പറഞ്ഞത്, അതായത് പെണ്ണെല്ലാണ്ട് ചെന്നിട്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകണം എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതൊന്ന് കേട്ടോക്കെ, ഒരു ചിറിക്കുള്ള വക ഉണ്ട്, അതേപോലെ ചിന്തിക്കാനുള്ള വക ഉണ്ട്. ചിന്തിച്ചണോ നുളവിച്ചണോ, നാട്ടിൽ നിൽക്കണോ നാട്ടിൽ നിന്ന് രാജ്യം കൊണ്ടെന്ന് ഒന്ന് കേട്ട് മനസ്സിലാക്കിക്കോളി. എന്തിനാണ് വിവാഹം കഴിച്ച് മറ്റുള്ളവരുടെ വീട്ടിൽ പോകുന്നത്? നിങ്ങൾക്ക് സ്വന്തം വീട്ടിൽ നിന്നൂടെ? ഈ കൺസെപ്റ്റിനെ നിങ്ങൾ മാറണം. അതിന് എത്ര പുരുഷന്മാര് ഭാര്യ വീട്ടിൽ വന്ന് താമസിക്കാൻ തയ്യാറാണെന്ന് കൂടെ നിങ്ങൾ പറയണം. എന്നാ ഞങ്ങൾ ഇന്ന് റെഡിയാ. താത്ത പറഞ്ഞതിനോട് 100% യോജിക്കുകയാണ്. കാലങ്ങളായിട്ട് വന്നു വരുന്നത് സ്ത്രീകൾ പുരുഷന്മാരുടെ വീട്ടിൽ വന്ന് നിൽക്കലാണ്. ഇനി ഒരു മാറ്റത്തിന് ഞങ്ങൾ തയ്യാറാന്നാണ് വെച്ചോളെ. സ്ത്രീകളുടെ വീട്ടിൽ വന്നിട്ട് പുരുഷന്മാര് നിൽക്കാം. നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന വീട്ടുജോലികൾ ഉണ്ടല്ലോ, അത് ഞങ്ങളാണ്ട് ചെയ്യാം. നിങ്ങൾ പണിക്കാണ്ട് പൊക്കോളെ. എന്നിട്ട് നിങ്ങൾ ആ പണി കഴിഞ്ഞ് ഇങ്ങോട്ട് വരില്ലേ വീട്ടിലേക്ക്, കട്ടളപ്പാടി ഉണ്ട് കയറി വരുമ്പോ തന്നെ ഒരു ഗ്ലാസ് ചായ തരുന്നതിന് പകരം അതേ അണ്ണാച്ചി വന്നിട്ടുണ്ടായിരുന്നു, അടവ് തെറ്റിന്നാ പറഞ്ഞേ, നാളെ അയാൾ 2 ആൾക്കാരായിട്ടാണ് വരിക. അതേ രവിയേട്ടന്റെ മുകളിലെ കല്യാണം വന്ന് പറഞ്ഞിട്ടുണ്ട്, അതേ മിക്സി കംപ്ലൈന്റ് ആയി, നാളെ മുതൽ എന്തേലും തിന്നണമെങ്കിൽ അതിന്റെ പോയി റെഡി ആക്കിയിട്ട് കൊടുന്നോളി. അതേ പിള്ളേരുടെ ഫീസ് അടയ്ക്കാനായിണ്ട്, സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇങ്ങനെ പറഞ്ഞ് തൊയിരം കെടുത്ത് എത്ര ദിവസം നിങ്ങൾ സഹിക്കും? ഇത് എത്ര ദിവസം സഹിക്കും? അത് ഞങ്ങള് എന്നും പേരയുടെ ഉള്ളിൽ കെടുക്കല്ലേ, നിങ്ങൾ എന്നും പുറത്തല്ലേ, ഒരു ദിവസം ഞങ്ങളേനെ ഒന്ന് പുറത്തേക്ക് കൊണ്ടേക്കൂടെ? എത്ര ദിവസം നിങ്ങൾ സഹിക്കും? ഈ പണി കഴിഞ്ഞ് വന്നിട്ട് ഒരു തുള്ളി ചായ തരുമായിരിക്കും. അത് ഈ സീനൊന്നിട്ട് കഴിയട്ടെ. നിങ്ങളിപ്പോ ഒരു 5 മിനിറ്റ് ചോറ് നേരം വൈകി വെച്ചിട്ട് നിങ്ങൾ മരിച്ചൊന്നും പോവില്ല. ഉണ്ടാ? അത് വേണമെങ്കിൽ തിരുമ്പിടണമെങ്കിൽ നാളെ ആ വാഷിംഗ് മെഷീൻ കംപ്ലൈന്റ് ആയി എടുക്കുക, അതിന്റെ റെഡി ആക്കിക്കോളി. അല്ലെങ്കിൽ വേറെ ആൾക്കാരെ നോക്കിക്കോളി നിങ്ങളെ കോണം തിരുമ്പാന്. ഇതൊക്കെ നിങ്ങളോട് ഞങ്ങളാണ്ട് പറഞ്ഞുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ എത്ര ദിവസം നിൽക്കും? ഇട്ടിട്ട് ഓടിയുണ്ടാവും നിങ്ങള്. അപ്പൊ ചില കാര്യങ്ങള് നല്ലതുണ്ട്, ചില കാര്യങ്ങൾ വെടക്കുണ്ട്. ഞങ്ങൾക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഭാര്യ വീട്ടിൽ പോയി നിന്നിട്ട്. നിങ്ങൾ പണിക്ക് പോക്കോളിന്ന്. നമ്മളവിടെ ആ 10 മണിയാവുമ്പത്തിനും പണിയൊക്കെ കഴിച്ചിട്ട് അപ്പുറത്ത് വീട്ടിൽ പോയി നിന്നിട്ട് നോനി പറയാ, എടി അവള് അങ്ങനെ പറഞ്ഞിട്ടാ, പക്ഷെ ഞാൻ പറഞ്ഞെന്ന് പറയണ്ടട്ടാ. ഇതെല്ലാവരോടും അങ്ങനെ തന്നെ പറയും. പരിപാടികളാണ്. അപ്പൊ ഉമ്മക്ക് കുഴപ്പമൊന്നുമില്ല, ഭാര്യ വീട്ടിൽ പരമസുഖം എന്ന് പറഞ്ഞിട്ട് പണ്ട് കാരണവന്മാര്. അതിനൊന്നും ഉമ്മക്ക് പ്രശ്നമില്ലല്ലോ. അപ്പൊ പരിപാടികൾ നടക്കട്ടെ.